തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. തലച്ചോറിനേറ്റ പരുക്കാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. നിലവിലെ ചികിത്സ തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതേസമയം പ്രതി സുരേഷ് കുമാറിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. വീഴ്ചയുടെ ആഘാതത്തിൽ തലയിൽ പലയിടത്തും ചതവുകളുണ്ട്. തലച്ചോറിനേറ്റ പരുക്ക് ഗുരുതരമാണ്. പെൺകുട്ടി അപകടനില തരണം ചെയ്തെന്ന് നിലവിൽ പറയാനാകില്ലെന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ചികിത്സയിൽ തുടരുന്നത്. സർജറി, ന്യൂറോ, ക്രിട്ടിക്കൽ കെയർ ഉൾപ്പെട്ട വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സ് അടങ്ങുന്ന സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന കാര്യം ഡോക്ടേഴ്സ് പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചു. കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നുമാണ് ഡോക്ടർമാരുടെ പ്രതികരണം. ഡോക്ടേഴ്സ് ആരോഗ്യ വിവരം അറിയിക്കുന്നില്ലെന്നായിരുന്നു ശ്രീകുട്ടിയുടെ മാതാവ് പ്രിയദർശിനിയുടെ പരാതി. ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകിച്ച് ഇന്നതാണ് ചെയ്തത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും ഒരു ബോർഡ് രൂപീകരിച്ചിട്ട് ഇത്രയും ചെയ്തു എന്നുള്ളതിന് അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെയും മീറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡോക്ടർ എന്നെ മീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആക്രമണം നടത്തിയ സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും KC വേണുഗോപാൽ MP കത്ത് നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.